ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചെറിയ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ കുക്കിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇനിയിപ്പം മഴയൊക്കെ മാറി ഇനി കാടൊക്കെ ആയി തുടങ്ങുകയാണ്. ഇനിയിപ്പോൾ അടുത്ത മാസമൊക്കെ മഴയുണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഓണമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളൊരു വൃത്തിയാക്കരം ഉണ്ടല്ലോ. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ അതെന്നാന്നൊക്കെ ഉള്ളത് വീഡിയോയിലൂടെ ഞാൻ കാണിക്കാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ആണെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ഒക്കെ ആണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ശരിക്കും നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നമുക്ക് മഴയൊക്കെ അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ ജൂൺ ജൂലൈ മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ മഴ അങ്ങായി കഴിയുമ്പോൾ നമ്മൾ പറമ്പിലോട്ടോ അല്ലെങ്കിൽ മിറ്റമൊക്കെ കാട് പറിക്കലൊക്കെ വളരെ കുറവായിരിക്കും. കാര്യം വെച്ചാൽ പറിച്ചിട്ട് കാര്യമില്ല. 2 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് പിന്നെ അവിടെ കിളുത്ത് കയറും. അപ്പം ഞാൻ ഇപ്പം ഭയങ്കര കടങ്ങോട്ടായി കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറിക്കാനിരുന്ന എനിക്കറിയാം തീരത്തില്ലെന്ന് പറയാം. പിന്നെ പറിച്ചാൽ പിറ്റേ ദിവസം തന്നെ പിന്നെയും കിളുത്ത് വരും. അപ്പോൾ ഒരു ആഴ്ചയെങ്കിലും നമ്മൾ പറിച്ചതിനൊരു പ്രയോജനം വേണ്ടേ. അതുകൊണ്ട് ഞാൻ വീണ്ടും മുറ്റത്ത് നമുക്ക് കാടില്ല കേട്ടോ. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ലോക്കറ്റൊക്കെ ഇട്ടുകൊണ്ട് ഇപ്പോൾ കാടൊന്നുമില്ല. അതേസമയം നമ്മുടെ വീടിൻ്റെ അങ്ങോട്ട് കയറുന്നിടത്ത് അത് ഒരു സൈഡിലായിട്ട് പിന്നെ താഴോട്ട് ഇങ്ങ് വഴിയാണ്. നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. അവിടെ ഭയങ്കര കാടാണ്. അപ്പോൾ അവിടെ ഞാൻ ഇന്നാളൊരു പ്രാവശ്യം ഇങ്ങനെ ഒഴിച്ചൊരു ശകലം ഒഴിച്ച് നോക്കി, നല്ല പോലെ കരിഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ആ പ്രാവശ്യം അവിടെ മുഴുവനും അങ്ങ് ഒഴിച്ചു വിട്ടു കേട്ടോ. അപ്പം ഞാൻ ഒരു അര ബക്കറ്റ് പെയിൻറ്റിൻ്റെ ബക്കറ്റാണ്. അപ്പോൾ ബക്കറ്റിന് ഒരു അര ബക്കറ്റ് എന്ന് വെച്ചാൽ തീരെ ചെറിയ ബക്കറ്റും അല്ല കേട്ടോ, ഒന്നും ഒത്തിരി വലിയ ബക്കറ്റും അല്ല, അങ്ങനത്തെ ഒരു ബക്കറ്റാണ്. അപ്പം അതിനകത്ത് ഞാനൊരു അര ബക്കറ്റ് വെള്ളമാണ് എടുത്തേക്കുന്നത്. അര ബക്കറ്റ് വെള്ളം എടുത്തേച്ച് സോപ്പ് പൊടി ഞാൻ വെറും 10 രൂപയുടെ സോപ്പ് പൊടിയാണ് അതിനകത്ത് എടുത്തേക്കുന്നത്. അപ്പോൾ സോപ്പ് പൊടിയുണ്ട്, പിന്നെ ഉപ്പുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ ഒരു പ്രധാനപ്പെട്ട വേറെ സാധനം കൂടെ ഉണ്ട്. അത് എന്നാന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാം. എന്നിട്ട് ഞാനത് ഉപയോഗിച്ച് നോക്കിയതിൻ്റെ റിസൾട്ടും നിങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇത് ഇന്ന് മരുന്ന് തളിക്കുന്നുണ്ട്. അപ്പോൾ നാളെ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട്, അതിൻ്റെ അടുത്ത ദിവസം എടുക്കുന്നുണ്ട്. അങ്ങനെ 3 ദിവസത്തെ റിസൾട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ മഴയുള്ള സമയത്ത് ഇത് ചെയ്യാതിരിക്കുക. ചെറിയ മഴ പെയ്യരുതെന്നേ ഉള്ളൂ. ചെറിയ മൂടലൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മളിത് ഒഴിച്ചുണ്ടല്ലോ, ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് അതങ്ങ് വാടി തുടങ്ങും. പെട്ടെന്ന് അതങ്ങ് വാടുകയും ചെയ്യും. പിന്നെ മഴയൊക്കെ ഭയങ്കര മഴയൊക്കെ ആകുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതങ്ങ് ഒലിച്ചു പോകും. നമ്മൾ ചെയ്യുന്ന വെറുതെ എപ്പം പ്രയോജനമില്ല. അതുകൊണ്ട് ഇപ്പോൾ 2 ദിവസം കൊണ്ട് നല്ല വെയിലില്ലായിരുന്നോ, അതുകൊണ്ട് ഞാനതങ്ങ് ചെയ്തിട്ട് എന്നാലും ഇടയ്ക്ക് മഴയൊക്കെ ഒന്ന് പെയ്തു കേട്ടോ. പക്ഷെ പെയ്തെങ്കിലും കുഴപ്പമില്ല, നല്ല പോലെ അത് ചപ്പൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതിനാണ് അതിനകത്ത് ഒരെണ്ണം കൂടെ ഞാൻ ചേർത്തേക്കുന്നതെന്ന് നോക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം. നമ്മുടെ കാടെല്ലാം ഒന്ന് പോയി കിട്ടും. അപ്പടി ചപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ എന്നൊക്കെയാണ് ചേർത്തെന്നുള്ളത് വീഡിയോയിലൂടെ കാണാമേ. അപ്പം നമുക്ക് അത് ആ കാട് കളയാൻ വേണ്ടി എടുക്കാനായിട്ടുള്ളത് ഇതുപോലൊരു കവർ ഉപ്പ് പൊടി, പിന്നെ ഇതുപോലെ ചെറിയ 2 പാക്കറ്റ് സോപ്പ് പൊടി. സോപ്പ് പൊടി ഏത് വേണേലും എടുക്കാം കേട്ടോ. ഇന്നത് ഇന്ന കമ്പനിയുടെ അല്ല ഇന്ന ഇതിൻ്റെതൊന്നുമില്ല, ഏതായാലും കുഴപ്പമില്ല. വീട്ടിൽ സോപ്പ് പൊടി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇങ്ങനെ പാക്കറ്റ് എടുക്കും. പിന്നെ ഞാൻ ഇവിടെ ലിക്വിഡാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പാക്കറ്റ് സോപ്പ് പൊടി മേടിച്ചത്. പിന്നെ ഇതുപോലൊരു ബോട്ടിൽ വിനാഗിരി. ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതുപോലൊരു ബക്കറ്റിലേക്ക് ഞാൻ വെള്ളം എടുത്തു. ഇതിനൊരു അര ബക്കറ്റ് വെള്ളമുണ്ട് കേട്ടോ. കൊച്ചു ബക്കറ്റാണ്, ഒത്തിരി വലിയ ബക്കറ്റൊന്നും അല്ല കേട്ടോ. കൊച്ചു ബക്കറ്റിന് അര ബക്കറ്റ് വെള്ളം. ഇതിലേക്ക് ഞാൻ ഈ സോപ്പ് പൊടി ഇടുവാണേ. സോപ്പ് പൊടി നല്ലപോലെ ഒന്ന് കലക്കണം. നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കട്ടെ. ഇനി ഇതിലേക്ക് ഉപ്പ് പൊടി. ഉപ്പുപൊടി ഞാനത് മുഴുവനും അങ്ങ് ചേർക്കുവേ. ഇപ്പോൾ ഒരു ഇച്ചിരി ഞാൻ ശക്കലം മാറ്റി വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ചേർക്കും. കൈയിട്ട് ആദ്യം ഞാൻ സോപ്പ് പൊടി കൈയിട്ടാണ് ഇളക്കിയത്. ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ കമ്പിട്ട് ഇളക്കുന്ന കാര്യം എന്നാന്ന് ചോദിച്ചാൽ വല്ല അലർജി എന്തെങ്കിലും വന്നെങ്കിൽ എന്നാ ചെയ്യും. അതുകൊണ്ട് എല്ലാവരും കമ്പോ വല്ലതൊക്കെ ഇട്ട് ഇളക്കാവുള്ളൂ. മുഴുവൻ ഉപ്പൊടി ഇട്ട് കേട്ടോ. ഞാൻ ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് നമ്മൾ വിനാഗിരിയാണ് ഒഴിക്കുന്നത്. വിനാഗിരി ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. പതഞ്ഞിങ്ങി പൊങ്ങി വരുന്ന സംഭവമാണ് ചിലപ്പം. അല്ലെങ്കിൽ വലിയ പാത്രമായിരിക്കണം എടുക്കുന്നത്. ഇതുണ്ടോ,
വിനാഗിരി മുഴുവൻ ഞാനെടുത്തേ. ഇതിപ്പോൾ നമുക്ക് ഒത്തിരി ഉണ്ട് കേട്ടോ, ഒത്തിരി സ്ഥലത്ത് തളിക്കാനുള്ളതുണ്ട്. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച്, നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതെടുക്കുക, ഇല്ലെങ്കിൽ ഇത് കണ്ടോ, ഇതിൻ്റെ ഇവിടെ ഞാൻ കിഴുത്തി ഇട്ടേക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിൽ ഇട്ടിട്ടുള്ളൂ കേട്ടോ, അതിൻ്റെ ഇത്ര സൈഡിൽ ഞാൻ ഇട്ടിട്ടില്ല. കാര്യം വെച്ചാൽ നമ്മൾ ഈ സൈഡിലൊക്കെ ഒഴിക്കുമ്പം അല്ലെങ്കിൽ എന്നെ പറ്റുന്ന പറയാം, ഇതങ്ങ് എല്ലാം നമുക്ക് ആവശ്യമില്ലാതെ കുറേ സ്ഥലത്തേക്ക് പോകും. അപ്പോൾ നമുക്കത് വേസ്റ്റ് ആയി പോകത്തില്ല അത്രയും ലിക്വിഡ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്ഥലത്ത് കിഴുത്തിലത് ചുമ്മാ പപ്പടം കുത്തിയോണ്ട് സൈഡിൽ കുത്തിയേക്കുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ബോട്ടിൽ മതി കേട്ടോ. ഈ ബോട്ടിലിനകത്ത് എടുക്കുന്നത് എനിക്കിതാണ് സൗകര്യം. ഞാൻ ഇനി ഇതിനകത്ത് ഇത് നിറയ്ക്കട്ടെ. ഇത്രയും ഞാൻ എടുത്തു. ഇനി ഇത് അടയ്ക്കട്ടെ. ഇതുണ്ടേ, അത് ഇത്രയും ഉണ്ട്. മേളിൽ പതയാണ്. ഒത്തിരി തുളുമ്പി എടുക്കല്ല്, അവർ നമ്മൾ കമത്തുമ്പോഴത്തേക്ക് നമുക്ക് ബുദ്ധിമുട്ട് വരും. ഇത് നമ്മുടെ വീടിന് അങ്ങോട്ട് കയറുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് സൈഡിലായിരുന്നു ഇന്നാളൊരു ദിവസം ഞാൻ ഇച്ചിരി മരുന്നൊഴിച്ചത്. അപ്പോൾ അതിൻ്റെ ബാക്കി മുഴുവനും ഒഴിക്കാന്ന് വെച്ചാൽ ഇവിടെ നിറച്ചും തൊട്ടാവാടിയൊക്കെയാണ്. നമ്മളൊന്ന് പറിച്ചെടുക്കൽ ഇച്ചിരി പാടാണ്. തന്നെയല്ല കുറ്റി കുറ്റി പോലത്തെ പുല്ലാണ്, പറിച്ചാലും വരത്തില്ല, ഭയങ്കര ഇതായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇതേ ഉള്ളൊരു മാർഗ്ഗം കളയാനായിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ ആ കുപ്പിക്കകത്ത് ഞാൻ പറഞ്ഞില്ലേ ഹോളിട്ടേക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു, ഇപ്പുറത്തെ സൈഡിലായിട്ട് വീഴാതിരിക്കുക. ഇപ്പുറത്ത് ഈ വാർത്തിട്ടേക്കുന്നതാണ്. അപ്പം നമ്മൾ ചുറ്റിനും ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ ഇങ്ങനെ നിരന്നങ്ങ് പോകും. അതേസമയം ഇങ്ങനെ ഒരു സൈഡ് മാത്രം ആകുമ്പോഴത്തേക്ക് നമുക്ക് കൃത്യമായിട്ടത് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ നല്ല കുറ്റിപ്പുല്ലാണ് നിൽക്കുന്നത്, കാണുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. നല്ലപോലെ കുറ്റിപ്പുല്ലാണ്, പറിക്കാൻ പാടാണ്. പറിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ 2 ദിവസത്തിനുള്ളിൽ പിന്നെ അതിൻ്റെ ഇരട്ടി എങ്കിലത്ത് കയറും. അപ്പോൾ ഇവിടെ ഇങ്ങനെ കാട് ഒരുപാടുള്ളതുകൊണ്ടുള്ള പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ ഇഴയന്തക്കൾ എണ്ണയിലൊക്കെ ഇതിനകത്തൊന്ന് കിടന്നാൽ അറിയത്തില്ലേ. അപ്പോൾ നമ്മുടെ വീണ്ടും ഇങ്ങോട്ട് കയറുന്നിടമായതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ വന്നിങ്ങനെ കിടക്കും. പിള്ളേരൊക്കെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് പേടിച്ച് പോകും. അങ്ങനെയുള്ളതൊക്കെ ശല്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കൂടുതലും ഞാനിതൊക്കെ അരിച്ച് കളയാമെന്ന് വിചാരിച്ചത്. അപ്പം മഴ ഒരിച്ചിരി തോർന്നിട്ട് 1-2 ദിവസം ഇച്ചിരി വെയിലൊക്കെ ഉള്ള സമയത്ത് ചെയ്യാമെന്ന് ഓർത്തുകൊണ്ടായിരുന്നത്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഞാനും പിന്നെ അപ്പുറത്തെ വീട്ടിലൊരു ചേട്ടനുണ്ട്, ചേട്ടനും കൊണ്ടാണ് ഒരു പ്രായം ചെന്നൊരു അച്ഛനുണ്ടായിരുന്നു. അച്ഛനോടായിരുന്നു ഇവിടെ വൃത്തിയാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ അച്ഛൻ ഞാൻ പറഞ്ഞില്ലേ എന്നാ വെച്ചാൽ പറഞ്ഞില്ലേ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഞങ്ങളെയൊക്കെ വിട്ടുപോയ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം ഞാനാണ് ഇവിടെ വൃത്തിയാക്കലും കാര്യങ്ങളും ഒക്കെ. അതുകൊണ്ട് എനിക്കിത് ഒത്തിരി നേരം നിന്ന് പറിച്ചുകൊണ്ടിരിക്കാനുള്ള സമയവും ഇല്ല. അതുകൊണ്ട് ഇനി ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചതുണ്ട്. ഞാൻ മരുന്ന് ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ നാമ്പൊക്കെ കണ്ടോ അങ്ങ് വാടിപ്പോകുന്നുണ്ട്. പക്ഷെ നല്ല ഇതുള്ളതാണ്, എഫക്റ്റുള്ളൊരു മരുന്നാണ്. കാര്യം എന്നാന്ന് വെച്ചാൽ അത് ഒഴിച്ച് അന്നേരം തന്നെ അതങ്ങ് വാടുന്നുണ്ട്. ചെടികളൊക്കെ ആണല്ലോ, ഈ ചെടിയല്ല ചപ്പൊക്കെ നല്ലപോലെ വാടുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ മുഴുവൻ നേരത്തെ ഒഴിച്ചെടുത്തിയാണ് ഇപ്പോൾ ആ ഉണങ്ങി കിടക്കുന്നത്. ഞാൻ ഇന്നാളൊരു ദിവസം ഒരു ഇച്ചിരി സൈഡിൽ കൂടി ഇങ്ങനെ ഒഴിച്ച് വിട്ടതാണ്. അത്രയും ഭാഗം നല്ലപോലെ കരിഞ്ഞിതായി കിടപ്പുണ്ട്. ഇനി ബാക്കിയും കൂടെ അങ്ങ് കരിച്ചതിന് ശേഷം ആകുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ പറിച്ച് കളയുമോ അല്ലെങ്കിൽ തീടുകയോ ചെയ്യും. അപ്പോൾ കരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പറിച്ച് കളയാനാണെങ്കിലും എളുപ്പമാണ്. ഇതിൻ്റെ വേര് പെട്ടെന്ന് ഇങ്ങ് പറഞ്ഞു പോരും നമ്മൾ പിടിച്ച് വലിക്കുമ്പോഴത്തേക്ക്. അപ്പോൾ ഇത് ആദ്യത്തെ ദിവസമാണ് ഞാൻ ഈ മരുന്നൊഴിച്ചതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഇറങ്ങി രാവിലെ എടുത്ത വീഡിയോസാണ്. അപ്പോൾ രാവിലെ നോക്കിയപ്പോഴത്തേക്കുണ്ടല്ലോ കുറേ കരിഞ്ഞിട്ടുണ്ട്. നല്ലപോലെ ഇലയ്ക്കെല്ലാം നമ്മൾ ആദ്യത്തെ ദിവസം കണ്ട ആ പച്ചപ്പെല്ലാം മാറി ഇലകളൊക്കെ അങ്ങ് പഴുത്ത് ഇതായിട്ട് നിൽപ്പുണ്ട്. അവിടെ ഒരു വട്ടം നിൽപ്പുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ ഇലയിലൊരു ശകലം ഈ കലക്കിയ ലിക്വിഡ് വീണതാണ്. അതുമൊക്കെ നല്ലപോലെ കരിഞ്ഞിട്ടുണ്ട് കേട്ടോ. വട്ടയില കണ്ടോ, വട്ടയില അതിൽ ശകലം അതിൻ്റെ ലിക്വിഡ് വീണതാണ് കരിഞ്ഞ് നിൽക്കുന്നത്. അപ്പം ഇത് 2ാമത്തെ ദിവസം ഞാൻ എടുത്ത വീഡിയോസാണ്. അത് കഴിഞ്ഞേച്ച് പിന്നെ അതിൻ്റെ അടുത്ത ദിവസം ഞാൻ ഒന്നും കൂടി എടുത്തത്, അതിൻ്റെ 3ാമത്തെ ദിവസം എടുത്ത വീഡിയോസാണ്. അന്നേരത്തേക്കുണ്ടല്ലോ ശരിക്കും അതങ്ങനെ ഉണ്ട്. അത് 3ാമത്തെ ദിവസം എടുത്ത വീഡിയോസാണ്. ഇത് ശരിക്കും കരിഞ്ഞു കേട്ടോ. അന്നേരത്തേക്ക് നല്ലപോലെ കരിഞ്ഞു. ഇപ്പുറത്തെ ആ ഒരു മഞ്ഞ കളറൊക്കെ അങ്ങ് മാറി വെച്ച് ശരിക്കും കരിഞ്ഞ് ഉണക്ക് സമയത്തൊക്കെ നമ്മൾ പുല്ലൊക്കെ കരിഞ്ഞു പോകത്തില്ല, അതുപോലെ അങ്ങ് കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് 2 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഒന്നും കൂടെ ഒന്ന് കരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സൈഡിൽ നിന്ന് തീയിട്ട് കൊടുക്കും. അതിന് ഇപ്പുറത്തെ സൈഡിൽ തീയിടൽ നടക്കത്തില്ല കേട്ടോ. ഇവിടെ താഴത്തുള്ള വഴിയുടെ അവിടെ ആയിട്ട് അവിടെ എന്നാന്ന് വെച്ചാൽ ഇതുണ്ട്, പൈപ്പുണ്ട്, നമുക്ക് വെള്ളത്തിൻ്റെ പൈപ്പാണ്. അപ്പോൾ അത് ഉരുകി പൊട്ടുകയെല്ലാം ചെയ്ത് ഇങ്ങനെ ഇവിടെ താഴോട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ പറിച്ച് കളയാന്നുള്ള ഇതിൽ തന്നെയാണ്
എന്നെയല്ല എനിക്ക് ഒരുപാട് പ്രയോജനപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അച്ചു സ്കൂൾ വിട്ടൊക്കെ വന്ന സമയത്താണ് ഈ വീഡിയോസ് എടുത്തത്. അപ്പോൾ അച്ചു അപ്പുറത്തെ വീട്ടിൽ നിന്ന് മുട്ടയൊക്കെ മേടിച്ചുകൊണ്ട് വരുവാണേ. തൊട്ടടുത്ത വീട്ടിൽ നിന്നാണ്. അപ്പോൾ അവിടുത്തെ ചേച്ചി മുട്ട എളുപ്പം നമുക്കാണ് തരുന്നത്. അപ്പോൾ അത് അച്ചു മേടിച്ചുകൊണ്ട് വന്നതാണ്. ഇനിയിപ്പം തീയിട്ടാൽ മതി. ഇവിടെയൊക്കെ മരുന്നൊഴിച്ചായിരുന്നു ഞാൻ. ഇവിടെ മരുന്നൊഴിച്ചിടത്തേയും ഒഴിക്കാത്തിടത്തേയും നിൽക്കുന്ന കേട്ടോ. മരുന്നൊഴിച്ചെടുത്ത് കരിഞ്ഞ് നിൽപ്പുണ്ട്. മരുന്നൊഴിക്കാത്തിടം പച്ചപ്പായിട്ട് നിൽപ്പുണ്ട്. ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ എല്ലാം കരിഞ്ഞു. ഇവിടം വരെ ഞാൻ ഒഴിച്ചുള്ളൂ. ഒഴിച്ചിട്ട് അത്രയും കരിഞ്ഞിട്ടുണ്ട്. നല്ല ബാക്കി പച്ചപ്പായിട്ട് നിൽക്കുന്നത് കണ്ടോ. കഴിഞ്ഞ ദിവസം മരുന്നൊഴിച്ച സമയത്ത് ഞാൻ ഇവിടെ എല്ലാം കൂടെ ഒന്ന് വൃത്തിയാക്കിയായിരുന്നേ. ചെടിയെല്ലാം ഇവിടുത്തെ മതിലിനപ്പുറത്തെ കാടെല്ലാം കൂടെ ഇപ്പുറത്തോട്ട് വന്ന് ചെടിക്കകത്തോട്ടൊക്കെ കയറി. ചെടിക്കകത്തെല്ലാം കാടായിരുന്നു. അതെല്ലാം ഒന്ന് സെറ്റാക്കി നീറ്റാക്കി ഇവിടെ മുഴുവനും. നമ്മുടെ ഈ ആമ്പൽ ഈ സമയമാകുമ്പോഴത്തേക്ക് മൊത്തം കൂമ്പി ഒട്ടും ഇതില്ല നിൽക്കുന്നത്. ഇന്ന് വേണ്ട നല്ലപോലെ വിരിഞ്ഞ് നിൽക്കുന്നു. ഒത്തിരി വിരിഞ്ഞിട്ടില്ല, എന്നാലും ഇത്രയല്ല. ശരിക്കും അങ്ങ് കൂമ്പുമായിരുന്നു. മുട്ടങ്ങ് ഇതയച്ച് പിന്നെ പിറ്റേ ദിവസമായിരുന്നു വിരിയുന്നത്. മീനിന് തീറ്റയൊക്കെ കൊടുത്തിട്ട് കുറേ ദിവസമാണ്. തീറ്റയൊക്കെ കൊടുക്കട്ടെ. ഇതുണ്ടോ അതിൻ്റെ ബന്ദി കണ്ടോ. ബന്ദി നിറച്ച് മുട്ടിട്ടേക്കുക. കുറച്ച് ഉണങ്ങിപ്പോയിട്ടോ, എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ബാക്കി നോക്കി ഒരു പൂച്ച ഇരിക്കുന്നു. ഞാൻ ഇപ്പോഴേ അതിനെ കണ്ടേ. എല്ലാം മുട്ടിട്ട് നിറച്ചും പൂവാകാറായി നിൽക്കുന്നത്. മുല്ലയുടെ കൂടെ ചുമ്മാ നട്ടായിരുന്നു. പിന്നെ നമ്മുടെ ജമന്തി ഓണത്തിന് അത്തപ്പൂ ഇടാൻ വേണ്ടി ഞാൻ നട്ടു വെച്ചത്. പക്ഷേ ഓണം ആകുമ്പോഴത്തേക്കെല്ലാം പോവും തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെന്നൊക്കെ പറയുന്നത് ഇതൊക്കെയായിരുന്നു. വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാവേ. കണ്ടോ.